ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പാസ്ത റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തൊരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ പാസ്ത നമ്മൾ വേവിച്ച് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു 4 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നെ ചിക്കൻ ചെറിയ പീസസ്, അതായത് ബോയിൽഡ് ചിക്കനാണ് ഇത്, ചെറിയ പീസസാക്കി പിച്ച് ചീന്തി എടുത്തതാണ് ഞാൻ. പിന്നെ ചീസ് സ്ലൈസസ് ആണ് എടുക്കുന്നത് ഇതിലേക്ക്. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടിട്ട്, ബട്ടറിലാണ് ഞാൻ ഗാർലിക്കും അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ വഴറ്റിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതിയാവും. അതിലേക്ക് നമ്മൾ ബട്ടർ ചൂടായപ്പോഴത്തേനും നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു, അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ടു, അത് ജസ്റ്റ് വഴണ്ട് വരാനുണ്ട്. ഇത് ദീപിക പദുക്കോണിൻ്റെ ഒരു ചീസ് കറിയാണ്. ഞാൻ എൻ്റേതായ രീതിയിൽ പെട്ടെന്ന് ഐഡിയ, അതായത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാളെ എന്ത് ബുവക്ക് കൊടുത്തു വിടും, ഫുഡ് കഴിക്കാനായിട്ട് കൊടുത്തു വിടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആണ് പെട്ടെന്ന് ഈ ഒരു റെസിപ്പി ഉണ്ട്. അപ്പം ഞാൻ പാസ്ത ഇരിപ്പുണ്ട്, എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പം ഞാനത് വഴണ്ട് വന്നപ്പോഴത്തേനും അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബുവയ്ക്ക് അതായത് എരിവ് വേണം, എല്ലാ റെസിപ്പിക്കും എരിവ് വേണം. അപ്പോൾ ഞാനായിട്ട് ഇട്ടതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഉപ്പിടുക, അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട്, അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ചീസ് സ്ലൈസസ്, ഷീറ്റാണ് ചീസ് ഷീറ്റ്സ്, അത് നമ്മൾ അതിലേക്ക് ഇടുവാണ്. അതൊന്ന് ജസ്റ്റ് അത് പെട്ടെന്ന് ചൂടാകുമ്പോഴത്തേനും അതിങ്ങനെ അലിഞ്ഞു വരും. അത് ഞാനൊരു 4-5 ഷീറ്റ്സ് ചീസ് സ്ലൈസസ് ഉണ്ടായിരുന്നു. കാരണം പാസ്തയിൽ നമ്മൾ മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ചധികം ചീസ് സ്ലൈസസ് വേണമായിരുന്നു. അങ്ങനെ നമ്മളത് കുറുകി കട്ടയൊക്കെ മാറി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചീസ് സ്ലൈസസ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ചിക്കൻ പീസസ് ഇടുന്നത്. ചിക്കൻ പീസസ് ഇട്ടു മിക്സ് ചെയ്ത് അതിലേക്ക് ഡയറക്റ്റ് പാസ്ത ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഭയങ്കര സിമ്പിളായിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ എല്ലാവരും വർക്കിംഗ് ആണ്, നമ്മൾ 2 കൂട്ടരും ഇപ്പോൾ വർക്ക് ചെയ്യുവാണ്. അപ്പം നമ്മൾക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, ഹസ്ബൻഡ്സിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണിത്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നല്ല ഗാർലിക്കിൻ്റെയും അതുപോലെ തന്നെ ആ ചീസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ദീപിക പദുക്കോണിൻ്റെ ചീസ് കറിയുടെ റെസിപ്പി അതുപോലെ തന്നെ എൻ്റെ റെസിപ്പിയും കൂടി കൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, കമൻറ്റ് വഴി ചോദിക്കുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്, ബൈ.